ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സിമ്പിളായിട്ടുള്ളൊരു തുണിയെ നമുക്ക് ദുപ്പട്ടയാക്കി മാറ്റാം. എങ്ങനെയെന്നല്ലേ ഈ വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കൂ. ഞാനിതിനായി എടുത്തിരിക്കുന്നത് 2.25 മീറ്റർ തുണിയാണ്. അതിൻ്റെ 4 സൈഡും നല്ല ലെവലാക്കി എടുക്കുക. 4 സൈഡും നല്ല വൃത്തിക്ക് മടക്കി അടിച്ചു കൊടുക്കണം. ആദ്യം ഇതുപോലെ 1/2 ഇഞ്ച് മടക്കി അടിക്കണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വളരെ ചെറിയ മുതൽക്ക് തന്നെ നമുക്ക് ഇതിനെ ഡിസൈൻ ചെയ്തെടുക്കാം. നിങ്ങൾക്കറിയാവുന്ന ഒരു കാര്യം പറയട്ടെ, നമ്മൾ തുണികൾ വാങ്ങിക്കാൻ പോയാൽ പ്ലെയിൻ ആയിട്ടുള്ള തുണികൾ വാങ്ങിക്കാൻ പോയാൽ റേറ്റ് കുറവാണ്. പക്ഷേ അതിനെ നമ്മൾ ഡിസൈൻ ചെയ്തെടുക്കുമ്പോഴും അതിനെ നമ്മൾ പ്രിൻ്റ് ചെയ്യുമ്പോഴും അങ്ങനത്തെ ഓരോ ഡിസൈൻസ് വരുമ്പോഴത്തേക്കുമാണ് അതിന് നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ട് റേറ്റ് കൂടുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ടൊരു സ്റ്റിച്ചിങ് മെഷീൻ ഉണ്ടെങ്കിൽ നമുക്കത് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ അതിൽ നിന്നൊരു വരുമാനവും നമുക്കുണ്ടാക്കാം. നമുക്ക് പ്ലെയിൻ തുണി വാങ്ങിച്ചിട്ട് അതിനകത്ത് സ്റ്റോൺ വർക്ക് ചെയ്തിട്ട് സെയിൽ ചെയ്യുമ്പോഴും അതിനും നല്ല റേറ്റിലാണ് എല്ലാവരും വാങ്ങിക്കുന്നത്. ഇനി ഈ ലേസിനെ ഈ ഷോളിൻ്റെ അറ്റത്ത് വെച്ച് അടിച്ചു ചേർക്കുക. ഇതിന് കുറച്ച് മെനക്കേടുള്ള പണിയാണ്. ഇതിൻ്റെ ഒരറ്റത്തു നിന്ന് അടിച്ച് നമ്മൾ 4 സൈഡും അടിച്ചു ചേർത്ത് വരണം. ഈ ലേസിൻ്റെയും അറ്റം പിടിച്ച് വേണം, അറ്റത്തു നിന്ന് വേണം തുടങ്ങാൻ, സെൻറ്ററിൽ നിന്നല്ല. തയ്ച്ച് കോർണർ ഭാഗം എത്തുമ്പോൾ അവിടെ ഒരു ചെറിയൊരു കട്ടിട്ട് കൊടുത്തിട്ട് ഇങ്ങോട്ട് വളച്ച് അടിക്കുക. ഇനി ഷോളിൻ്റെ 4 സൈഡും അടിച്ച് പൂർത്തിയായി കഴിയുമ്പോൾ ലേസിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അറ്റം ചേർത്ത് അടിക്കണം. ഇത് വെച്ചാൽ പൊങ്ങി വരാതിരിക്കാനാണ്. നമ്മൾ സെൻറ്ററിൽ കൂടെ അടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തെ സൈഡിലും ഇപ്പുറത്തെ സൈഡിലും റൈറ്റും ലെഫ്റ്റും പൊങ്ങി വരും കുറച്ച് നാൾ കഴിയുമ്പോഴത്തേക്കും. അതുകൊണ്ടാണ് അറ്റം ചേർത്തടിക്കുന്നത്. അപ്പുറത്തറ്റവും ഇപ്പുറത്തറ്റവും വെച്ചടിച്ചു കഴിഞ്ഞാൽ നല്ല വൃത്തിയായിട്ട് കിടക്കും. ഈ ഒരൊറ്റ ലെയറായിട്ട് മാത്രമായിട്ട് നമുക്ക് ദുപ്പട്ടയായിട്ട് യൂസ് ചെയ്യാം. പക്ഷേ നമുക്കൊരു ഇച്ചിരി കൂടി ഭംഗി കൂട്ടുന്നതിന് വേണ്ടി ഒരു സ്റ്റെപ്പ് കൂടി ലേസ് ആഡ് ചെയ്യാം. ഇതുപോലെ അറ്റം ചേർത്ത് അടുത്ത സ്റ്റെപ്പിൽ അറ്റം ചേർത്ത് തന്നെ ലേസ് ആഡ് ചെയ്ത് വരിക. ഫസ്റ്റ് റൗണ്ട് ചെയ്ത അതേ സ്റ്റെപ്പ് തന്നെ ഇതിലും ആവർത്തിക്കണം. അറ്റം ചേർത്ത് അടിച്ചിട്ട് പിന്നെ ലെഫ്റ്റ് സൈഡിലും അറ്റം ചേർത്ത് അടിക്കുക. അത് ഫിനിഷായി കഴിയുമ്പോഴത്തേക്കും ഇത് ഇച്ചിരി ഒരു ഹെവി ലുക്ക് തോന്നിക്കുന്നതിന് വേണ്ടി തോന്നിക്കും. അപ്പോഴത്തേക്കും അതിനനുസരിച്ച് നമുക്ക് റേറ്റും കൂട്ടാം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുമെന്നും സബ്സ്ക്രൈബ് ചെയ്യുമെന്നും പ്രതീക്ഷിക്കുന്നു. പിന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഞാൻ ഇത് ഡീറ്റെയിൽ ആയിട്ട് കൂടുതലായിട്ടൊന്നും കാണിക്കുന്നില്ല. ഇതിൻ്റെ വീഡിയോ കൂടിപ്പോവും. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ വീഡിയോ. ഫൈനലായിട്ട് ഇങ്ങനെയാണ് കിട്ടുന്നത്. ബൈ ബൈ.